ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിൽ പോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരിൽ പോൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഈ ചരത്തിൻ്റെ പേരുള്ള കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ തനിക്ക് എന്താ ലാഭമെന്ന് വക്കീലിനോട് ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുന്ന പണം നൽകാമെന്ന് വക്കീൽ പറയുന്നുണ്ടല്ലേ. അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. ആ ഒരു പണം ഇപ്പം തന്നെ നൽകാമെന്ന് വക്കീൽ പറയുന്ന നേരത്തെ ചന്ദ്ര മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, കുറച്ചുകൂടെ തുക ചോദിക്കാമായിരുന്നു, പക്ഷേ മോശമായി പോയി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്ര വക്കീലിനോടായിട്ട് പറയുന്നതല്ല, നിങ്ങൾക്ക് ഞാനൊരു ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തുക തരുമ്പോൾ എനിക്കെന്താ ഉറപ്പ് എന്ന് ചോദിക്കുന്ന സമയത്ത് വക്കീൽ അപ്പം തന്നെ ചന്ദ്രക്കണ്ഠ ഉള്ള 2 ലക്ഷം രൂപ എടുത്തു കൊടുക്കാൻ എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസമായി, സാറ് പുറത്തേക്ക് നിന്നോ, ഞാൻ ഒപ്പിടാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബാമയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയതിനു ശേഷം ഈ ഒരു തുക നീ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കണം ബാമയെ, ഞാൻ ചോദിക്കുമ്പോൾ നീ തന്നാൽ മതി എന്ന് പറയുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ തന്നെ സച്ചി രേവതി എല്ലാവരും തന്നെ ചിന്തിക്കുന്നത്, എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ ഉള്ളിൽ ചെറുതാണെങ്കിലും നന്മയുണ്ട്, നമ്മളോടുള്ള സ്നേഹമുണ്ട് എന്നൊക്കെ രീതിക്കാണ് ഇവർ മനസ്സിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയുമാണ് രേവതിയും സച്ചിയും എല്ലാവരും കൂടിയിട്ട് ചന്ദ്രയെ കണ്ടതിന് ശേഷം ക്ഷമ പറയാണ്ട് ചെല്ലുന്നത്. അതെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കണ്ടതാണ്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പായി ചന്ദ്ര വീട്ടിലേക്ക് വന്നതിന് ശേഷം ബാമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നതും ടെറസിന്റെ മുകളിൽ തുണി എടുത്തുകൊണ്ട് വരാനായിട്ട് ചന്ദ്ര രേവതിയോട് പറയുന്നത് കേട്ടോ. രേവതി ടെറസിന്റെ മുകളിൽ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ബാമയ്ക്ക് കൊടുക്കാനുള്ള പൂക്കൾ കൊടുത്തിട്ട് അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയം തന്നെ ചന്ദ്ര തൻ്റെ പണം ബാമയോടായിട്ട് ആവശ്യപ്പെടുന്നത്. ബാമ പണം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് പണം വെച്ചിരിക്കുന്നിടത്ത് പണം കാണുന്നില്ല കേട്ടോ. ആ ഒരു പണം മോഷ്ടിക്കുന്നത് ആരാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തൊരു ജസ്റ്റ് ഒന്ന് പോയി കാണണേ. അപ്പോൾ ആ ഒരു പണത്തിൻ്റെ പേരിൽ നമ്മുടെ രേവതി ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സച്ചി തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി സച്ചി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഭാമാൻ്റെ അടുത്തേക്ക് ചെല്ലണം. ഭാമാൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം എൻ്റെ രേവതി ഒരു തെറ്റുകാരിയാണ്, എൻ്റെ രേവതി മോഷ്ടിക്കുന്നവളാണെന്ന് ഭാമാൻ്റെക്ക് തോന്നുന്നുണ്ട്. ഭാമാൻ്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് രേവതി കാണുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭാമയ്ക്ക് ഭയങ്കര സങ്കടമാണ്. വേഗം തന്നെ ഭാമ ഉണ്ടായ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ചരത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കുന്നതിന് വേണ്ടി ചന്ദ്രയ്ക്ക് വക്കീൽ കൊടുത്ത 2 ലക്ഷം രൂപയാണത്, എൻ്റെ പണമല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിക്ക് അത് ഭയങ്കര ഷോക്കാവുന്നു. സച്ചി തിരികെ വീട്ടിലേക്ക് വന്നതിന് ശേഷം രേവതിനെയാണല്ലോ നമ്മുടെ ചന്ദ്ര കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ രേവതി തന്നെയാണ് പണം മോഷ്ടിച്ചതെന്നാണ് ബാമാൻ്റെ പറയുന്നത്. രേവതി തന്നെയാണ് കള്ളി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതിക്ക് അത് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. രേവതി സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സച്ചിയുടെ നിങ്ങൾ എന്തേ പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് സത്യമാണ് ഞാൻ ഈ പറയുന്നത്, എന്നോട് ബാമാൻ്റെ അങ്ങനെയാണ് പറഞ്ഞത് രേവതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തന്നെ രവി വന്നിട്ട് ചോദിക്കുന്നത്, നീ എൻ്റെ സച്ചി പറയുന്നത് നാക്കിനെല്ലില്ല എന്നും പറഞ്ഞുകൊണ്ട് കണ്ടതൊന്നും വിളിച്ചു പറയാൻ നിൽക്കരുത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛൻ വേറൊന്നും ചെയ്യണ്ട, രേവതി കള്ളിയാണെന്ന് അച്ഛൻ സമ്മതിക്കണമെങ്കിൽ അച്ഛന് ഞാൻ കുറച്ച് തുക തരാമെന്ന് പറയുമ്പോഴത്തേക്കും രവി പെട്ടെന്ന് ചോദിക്കുന്നത്, നീ എൻ്റെ സച്ചി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ സച്ചി കറങ്ങി തിരിഞ്ഞ് വരുന്ന വഴി എന്താണെന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. ആ ഒരു സമയം തന്നെ സച്ചി എല്ലാ സത്യങ്ങളും രവിയോടായിട്ട് പറയുകയാണ്. അതായത് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ തന്നെ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ട്, ശരത്തിനെ കേസിൽ നിന്ന് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മയാണ് രൂപ മേടിച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര ആകെ അങ്ങ് വല്ലാതാവുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ആവട്ടെ തൻ്റെ കള്ളത്തിൽ, അതായത് ചന്ദ്രയുടെ പണം താനാണ് മോഷ്ടിച്ചതെന്നുള്ളൊരു വിവരം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടി പരമാവധി തന്നെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.